വയനാട് ദുരന്ത മേഖലയിൽ കോടികൾ ചെലവഴിച്ചെന്ന് സംസ്ഥാന സർക്കാർ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ചെലവ് 2,76,00,000 രൂപ. വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ 2,98,00,000 രൂപ. കണക്കുകൾ പെരുപ്പിച്ച് കോടതിയിൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലം. വിവരങ്ങളുമായി അർജുൻ ചേരുന്നു. അർജുൻ, കോടികളുടെ കണക്കുകളാണ് ഇപ്പോൾ സർക്കാർ സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം റവന്യൂ മന്ത്രി ചില വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നാമൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഇവിടെ ഇത്രയും കോടികൾ ചെലവഴിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കുകളിൽ ഒരുപാട് പെരുപ്പിച്ച് കാട്ടൽ ഉണ്ടായിട്ടില്ലേ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. അർജുൻ. തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കും. കാരണം സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്ന അടക്കമുള്ള പ്രവർത്തികൾ ചെയ്തത്. ഇപ്പൊ ഇതിൽ സർക്കാരിന് എന്താണ് ആ ചെലവ് വന്നത് എന്നുള്ളതാണ് നമുക്ക് സംശയം. അത്തരത്തിൽ വലിയ തുകയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 75,000 രൂപ വെച്ച്, അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ വെച്ചാണ് സർക്കാർ കൂട്ടിയിട്ടുള്ളത്. അത് 2,76,00,000 രൂപയാണ് 359 മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ ഇവർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ചെലവാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ 75,000 രൂപയ്ക്ക് ഒരു മൃതദേഹം സംസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എവിടെയും കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഒരു സ്ഥലങ്ങളിൽ സാധാരണ നമ്മൾ പോയി ഒരു ശ്മശാനത്തിൽ അടക്കുകയാണെങ്കിൽ കൂടിയും ഇത്രയും രൂപ വരില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ 75,000 രൂപ വെച്ച് ഒരു മൃതദേഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളാണ് ഇവിടെ എല്ലാ രീതിയിലും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും. മാത്രമല്ല, പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെയാണ് അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്താണ്. അർജുൻ, ചില കാര്യങ്ങൾ നമ്മളിവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അത് പ്രേക്ഷകർ കൂടി അറിയണം ഈ കണക്ക്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് മാർഗം ഈ വളണ്ടിയേഴ്സിനെയും അതുപോലെ ട്രൂപ്പിനെയും ഒക്കെ എത്തിച്ചതിന് 4 കോടി രൂപയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ നമ്മൾ കണ്ടതാണല്ലോ അർജുൻ. അവർ സ്വയം അവിടെ എത്തിയതാണ്. അതിന് സർക്കാർ എന്തിനാണ് 4 കോടി രൂപ ചിലവാക്കിയിരിക്കുന്നത്? മാത്രമല്ല, ഈ ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ എത്ര സന്നദ്ധ സംഘടനകൾ എത്തി. സേവാഭാരതി പോലുള്ള സംഘടനകൾ അവിടെ സജീവമായി പ്രവർത്തിച്ചതില്ലേ, അതിന് 10 കോടിയാണ്. മാത്രമല്ല, അക്കമഡേഷൻ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, എവിടെ അക്കമഡേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? എവിടെയാണ് അവരെ താമസിപ്പിച്ചത്? അവർ ദുരന്തമുഖത്ത് തന്നെയായിരുന്നല്ലോ. അതിന് 15 കോടി. വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ, അതിന് 12 കോടി. കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ്, അതിന് 1 കോടി രൂപ. പ്രൊക്യൂർമെൻറ്റ് ഓഫ്, നോക്കണം എത്ര വിചിത്രമാണ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ടോർച്ചസ്, റെയിൻകോട്ട്സ്, അംബ്രല ആൻഡ് ഗുംബട്സ്, അതായത് ഈ ടോർച്ചും റെയിൻകോട്ടും കുടയുമൊക്കെ വാങ്ങിയതിന് 2,98,00,000 രൂപയാണ് അർജുൻ. മാത്രമല്ല, മെഡിക്കൽ കെയർ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, അതിനും 2 കോടിയിൽ പരം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. അതും പല ആശുപത്രിയിൽ നിന്നും ആളുകൾ അവർ സന്നദ്ധമായി എത്തിയതാണ്. ഇവിടെയൊക്കെ സർക്കാർ ഏത് രീതിയിലാണ് പണം ചെലവഴിച്ചത് എന്ന് വ്യക്തമാക്കുന്നില്ല. സൗജന്യമായി ഇപ്പോൾ ഈ ഇവാക്വേഷന് തന്നെ സൗജന്യമായിട്ട് ഇത് മണ്ണ് മാറ്റുന്നതിനും മറ്റും JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളുമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുമൊക്കെ ആളുകൾ എത്തിയത്, അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവർ സൗജന്യമാണെന്ന് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയും കോടികൾ ചെലവഴിച്ചിരിക്കുന്നത്? ഇത് ശുദ്ധമായ തട്ടിപ്പല്ലേ അർജുൻ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഇതിന്റെ അവസാനമായി നമ്മൾ കാണുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ വസ്ത്രങ്ങൾക്കായി ചെലവ് നൽകിയത് 11 കോടി രൂപയാണ്. പക്ഷേ ആ ഒരു വസ്ത്രം, സർക്കാർ നൽകിയ വസ്ത്രമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് ഈ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ സന്നദ്ധ സംഘടനകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നാട്ടുകാരടക്കം കൊടുത്തിട്ടുള്ള വസ്ത്രങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല, മറ്റിടങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകൾ തിരിച്ചെടുത്ത വസ്ത്രങ്ങൾ, അവയെല്ലാമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സർക്കാരിന്റെ കയ്യിലുള്ള ചെലവ് എന്നിവയാണ് നമുക്കറിയാതെ. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ അടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ, സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരടക്കം അവിടേക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ഈ പിക്കാസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള
ഈ മൺവെട്ടിയും ഒക്കെ എടുത്ത് രാവിലെ പുറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് താമസിക്കാൻ ഏത് സ്ഥലമാണ് കൊടുത്തത്? അവിടെ AC റൂമോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളടക്കം ആ ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ആളുകൾക്ക് ഈ ഒരു സന്നദ്ധ സംഘടനകൾക്ക് എവിടെയാണ് ഇവർ റൂം ഒരുക്കിയത് എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കള്ളത്തരം തന്നെയാണ് ഇത് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ കണക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയും ചെലവ് വന്നേക്കാം എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയവെങ്കിൽ 2 കോടിയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അവിടെ ഏത് തരത്തിലാണ് മെഡിക്കൽ സൗകര്യം നടത്തിയതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയില്ല. മിലിറ്ററിയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ തലത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ കൂടി 2 കോടി രൂപയാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. മിലിറ്ററിയുടെ മെഡിക്കൽ ക്യാമ്പ് അവിടെ നടത്തിയത് നമുക്ക് മനസ്സിലാവുന്നില്ല സർക്കാരിന്റെ രീതിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന്. പിന്നീട് ഇവരെ ഈ ഒരു ദുരന്തം ബാധിച്ചവരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അല്ല അർജുൻ, ഇനി എന്തായാലും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വന്ന ആ സംഘം, മെഡിക്കൽ സംഘം, മിലിറ്ററിയുടെ മെഡിക്കൽ സംഘം, അവർ പറയേണ്ടിയിരിക്കുന്നു സർക്കാർ എന്തെങ്കിലും പണം നൽകിയിട്ടുണ്ടോ. മാത്രമല്ല അവിടെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അവർ തുറന്നു പറയേണ്ടിയിരിക്കുന്നു അവർക്കിനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ. കാരണം തികച്ചും സൗജന്യമായിട്ടായിരുന്നു ഇവരുടെയൊക്കെ സേവനം. അപ്പോൾ അവരാണ് ഇനി തുറന്നു പറയേണ്ടത്. എങ്കിൽ മാത്രമേ യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിയൂ. തീർച്ചയായും. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുത്തിരിക്കുന്നത് 17 കോടിയാണെന്നാണ് പറയുന്നത്. അതായത് എയർലിഫ്റ്റ് ചെയ്തതിന് ഹെലികോപ്റ്റർ ചാർജ് 17 കോടിയാണ് സർക്കാർ കൊടുത്തത്. അത്തരത്തിൽ സർക്കാരിന് നേരിട്ട് യാതൊരു ധാരണയും ഇല്ലാതെ 17 കോടി കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ 17 കോടി കൊടുക്കുവാൻ ഇത് മാറ്റിവെക്കാൻ കഴിയുമോ എന്നുള്ളതടക്കം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ പൈസ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഈ 17 കോടി രൂപയൊക്കെ എയർഫോഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാർ ഏത് തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതടക്കം വ്യക്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ തട്ടുപൊളിപ്പനായിട്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് ഇതെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ദുരന്തബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വഴിയിൽ 12 കോടി. പക്ഷേ നമ്മൾ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള വണ്ടികളാണ് ഉപയോഗിച്ചത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആംബുലൻസ് ഉണ്ടായിരുന്നു, 50ഓളം ആംബുലൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് വെട്ടിച്ചുരുക്കി 25ഓളം ആംബുലൻസ് ആക്കിയിരുന്നു. അതിൽ പകുതിയും, അതായത് ഭൂരിപക്ഷം ആംബുലൻസും സേവാഭാരതിയോടും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ ആംബുലൻസ് അടക്കം അവിടെ പ്രവർത്തിച്ചിരുന്നു. ജീപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ സർക്കാർ പറയുന്ന രീതിയിൽ ഈ 12 കോടി രൂപ അവിടെ എങ്ങനെ വരും എന്നുള്ളത് കൂടി സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യം ഒരുക്കിയത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അവർക്കുള്ള ഭക്ഷണം, വെള്ളം എന്നിവയും ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 10 കോടി രൂപയാണ് മിലിറ്ററിക്കും അതുപോലെ തന്നെ വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണത്തിനും വെള്ളത്തിനും ചെലവാക്കിയത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ 6-7 ദിവസം, ഒരു 6 ദിവസമോ 7 ദിവസമോ അടുപ്പിച്ച് ആ ദിവസങ്ങളിലെല്ലാം സന്നദ്ധ സംഘടനകളാണ് മേപ്പാടിയിലെ LP UP സ്കൂളുകളിലാണ് മിലിറ്ററി സേനയുടെ അംഗങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അർജുൻ, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ അവിടെയാണ് താമസിച്ചത്. മാത്രമല്ല ഈ 4-5 ദിവസം, 5-6 ദിവസങ്ങളിൽ സന്നദ്ധ സംഘടനകളാണ് ഇവിടെ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും എത്തിച്ചത്. പിന്നീടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ തുടങ്ങിയത്. അതിലും കൃത്യമായി തന്നെ സർക്കാരിന് അവിടെ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമില്ല ആളുകളിൽ നിന്നും സഹായം എത്തിയിട്ടുണ്ട്. പച്ചക്കറിയുടെ രൂപത്തിലായിട്ടും പണത്തിന്റെ രൂപത്തിലായാലും തന്നെ ഒരുപാട് സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതുവരെയും ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. സഭയിൽ ഈ കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കൃത്യമായ കണക്ക് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകുക. എത്ര കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് മിതത്വം പാലിച്ചത് ആ രക്ഷാപ്രവർത്തനത്തോട് സഹായിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. പലതരത്തിലുള്ള വീഴ്ചകൾ കണ്ടിട്ടും നമ്മൾ അതൊന്നും കൂടുതലായി സർക്കാരിനെ ബ്ലെയിം ചെയ്യാതെ നമ്മൾ കൂടുതലായി അവരോട് സഹകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പറ്റിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്കിത് കൂടുതൽ പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് ഏത് തരത്തിലാണ് വന്നതെന്നുള്ളതാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഈ ക്യാമ്പുകളിലെ ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപയാണ് 30 ദിവസത്തേക്ക് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും വലിയ തോന്നുന്നത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലാണ് നമുക്ക് ഒരു ഭയങ്കര അതിശയം തോന്നുന്നത്. 2,76,00,000 രൂപയാണ് 359 മൃതദേഹം ദഹിപ്പിക്കാൻ എടുത്തത്. ആ 75,000 രൂപയ്ക്ക് മറ്റുള്ള എവിടെയാണ് ഇങ്ങനെ ഒരു മൃതദേഹം സംസ്കരിക്കുന്നത് 75,000 രൂപ എന്ന് പറയുമ്പോൾ അത് എവിടുത്തെ ന്യായമാണ്? അല്ലെങ്കിൽ വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തുവിടാം. എന്തായാലും ദുരന്തം അടിച്ചുമാറ്റലിൻ്റെയും ആഘോഷത്തിൻ്റെയും വേദിയാക്കി ഒരിക്കൽ കൂടി മാറ്റിയിരിക്കുന്നു. വയനാട് ദുരന്ത മേഖലയിൽ കോടികൾ ചെലവഴിച്ചു എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണക്കുകളെല്ലാം പെരുപ്പിച്ച് കാട്ടിയിരിക്കുകയാണ്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.